പാകിസ്ഥാന്റെ ചരിത്രത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഗ്വാഡാർ തുറമുഖവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബലൂചിസ്ഥാൻ റിബൽസിൻ്റെ പ്രശ്നങ്ങൾ. ഏറ്റവും ഒടുവിൽ $250 മില്യൺ അമേരിക്കൻ വേർത്തുള്ള ഒരു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ എയർപോർട്ടിൻ്റെ ഇനോഗ്രേഷൻ അവർ പോസ്റ്റ്പോൺ ചെയ്യേണ്ട ആവശ്യത്തിലോട്ട് പോലും എത്തപ്പെട്ടു. അത്രയും വലിയ മാസീവ് ആയിരിക്കുന്ന പ്രതിഷേധമാണ് പാകിസ്ഥാനിലെ ഗ്വാഡാറിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്വാഡാറിലെ ഈ പ്രതിഷേധങ്ങൾ ചൈനയെ കാര്യമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നു പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയായിരിക്കും ചൈനയെ പാകിസ്ഥാനകത്തുള്ള ഒരു പ്രൊട്ടസ്റ്റ് വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നു എന്നുള്ള സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ സംശയങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരവും എന്താണ് പാകിസ്ഥാൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഇൻഡെപ്റ്റ് ആയിരിക്കുന്ന അനലൈസിങ്ങുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പാകിസ്ഥാനെ പറ്റി സംസാരിക്കുമ്പോൾ അവർ റീസെൻ്റായിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന എക്കോണമിക്കൽ ക്രൈസിസിനെ പറ്റിയും സംസാരിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ന് അതിൽ നിന്ന് കരകയറി വരാനായിട്ട് കാര്യമായ ശ്രമങ്ങൾ നടപ്പാകുന്നുണ്ട്. പക്ഷേ അവിടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നുണ്ട്. വലിയ പല ടെക് കമ്പനീസ് പോലും അവരുടെ എംപ്ലോയീസിനെ മാസീവായിട്ട് പിരിച്ചുവിടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നായിട്ട് ആധുനികമായിരിക്കുന്ന AI ടെക്നോളജി ഒരു വിഷയമായിട്ട് കാണാൻ സാധിക്കും. സോ AI പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പലരും നമുക്കിടയിൽ ഉണ്ടായേക്കാം. അവർക്കുള്ളൊരു സുവർണ്ണ അവസരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്പോൺസർ ആയിരിക്കുന്ന ഗ്രോത്ത് സ്കൂൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗ്രോത്ത് സ്കൂൾ ഒരുക്കുന്ന 3 മണിക്കൂർ ദൈർഘ്യമുള്ള ChatGPT ആൻഡ് AI മാസ്റ്റർ ക്ലാസിൻ്റെ വർക്ക്ഷോപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ 1000 പേർക്ക് സൗജന്യമായി നൽകുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിലൂടെ കോംപ്ലക്സ് ഡാറ്റ എങ്ങനെയാണ് എക്സലിൽ നമുക്ക് വെറും മിനിറ്റുകൾ കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റിയും ബിസിനസ് സ്ട്രാറ്റജിയെ പറ്റിയും വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ ക്രിയേഷൻ തുടങ്ങിയ പല കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങളുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കാനും നിങ്ങൾ ഇപ്പോഴത്തെ കരിയർ ഗ്രോത്ത് 10x ആക്കി മാറ്റാനും സാധിക്കുമെന്ന് പറയുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. നിങ്ങളൊരു ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ഫീൽഡായിരിക്കുന്ന HR, ഓപ്പറേഷൻസ്, സെയിൽസ്, മാർക്കറ്റിംഗ് തുടങ്ങിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അതുമല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം റൺ ചെയ്യുന്ന ആളാണെങ്കിലും അതിൻ്റെ ബ്രാൻഡിങ്ങിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഓൾറെഡി 10 ലക്ഷത്തിലധികം പേർ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അവരെല്ലാവരും 5 out of 5 റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അവസരം സ്വന്തമാക്കാം. താഴെ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വേണ്ടവർ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ 1000 പേർക്കാണ് ഓഫർ ഉള്ളത്. നമുക്ക് ആദ്യം പാകിസ്ഥാനിലെ ഒരു ഗ്വാഡാർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഹിസ്റ്ററിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. അതായത് ഈ ഒരു ഗ്വാഡാർ എന്ന് പറയുന്ന പ്രദേശം അതിന് ചുറ്റിപ്പറ്റിയിട്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖല കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ മാപ്പിൽ കാണുന്ന ഈ ഒരു പ്രദേശം തന്നെയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ ബലൂചിസ്ഥാൻ്റെ ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത് ഇറാനിലായിട്ടും പാകിസ്ഥാനിലായിട്ടും അഫ്ഗാനിസ്ഥാനിലായിട്ടും വ്യാപിച്ചെടുക്കുന്ന പ്രദേശമാണ്. സോ 3 രാജ്യങ്ങളകത്ത് വരുന്ന ഒരു പ്രദേശമായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖല സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യമാക്കി മാറ്റണം, അല്ലെങ്കിൽ അവരൊരു സെപ്പറേറ്റ് കൺട്രി ആണെന്ന രീതിയിൽ പല വർഷങ്ങളായിട്ട് അവരുടെ അവകാശവാദം ഉന്നയിക്കും. അതിന് നടപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും അവസാനം ആയുധമേന്തിയുള്ള പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. ഈ ഒരു സിഗ്നിഫിക്കൻ്റ് ഏരിയ, ഇത്രയും പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് സംഭവിച്ച മാറ്റങ്ങളാണ് ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പാകിസ്ഥാൻ കൺട്രോൾ ചെയ്യുന്ന ഈ ഗ്വാഡാർ എന്ന് പറയുന്ന മേഖലയും പാകിസ്ഥാൻ്റെ ഭാഗമായിരിക്കുന്ന ബലൂചിസ്ഥാൻ്റെ പല മേഖലയും പാകിസ്ഥാൻ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുത്താണെന്ന് പറയാം. സോ പാകിസ്ഥാൻ ഈ ഭാഗത്ത് ഇപ്പോഴും ശക്തമായ സൈനിക പ്രസൻസും അവരുടെ മിലിറ്ററി നേവൽ ബേസും സ്ഥാപിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ജനങ്ങൾ ഏത് സമയത്തും പാകിസ്ഥാനിലെ ഗവൺമെൻറ്റിനെതിരായിട്ടും അവിടുത്തെ ആർമിക്കെതിരായിട്ടും ബിഹേവ് ചെയ്തേക്കാമെന്ന് പറയുന്ന കാര്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് നാച്ചുറൽ റിസോഴ്സ് അടങ്ങിയിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഈ പ്രദേശമാണ്. ഇവിടെ ധാരാളം ധാതു സമ്പത്തുകൾ, പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയിരിക്കുന്ന ധാതു സമ്പത്തുകൾ കാണാൻ സാധിക്കും. ഈ ധാതു സമ്പത്ത് കൊള്ളയടിക്കാനും ഇത് സ്വന്തമാക്കാനായിട്ടും പല രാജ്യങ്ങളും പല കാലഘട്ടങ്ങളിൽ ശ്രമിച്ചിരുന്നു പറയുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യൻ സാമ്രാജ്യമെല്ലാം ഈ മേഖലയിൽ വന്ന് അവിടുത്തെ പല നാച്ചുറൽ റിസോഴ്സ് കൊള്ളയടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. ഇങ്ങനെ പല കാലഘട്ടങ്ങളായിട്ട് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയെ ചുറ്റിപ്പറ്റിയിട്ട് കാര്യമായ പ്രശ്നങ്ങൾ ഉള്ളെടുത്ത് കാണാൻ സാധിക്കും. ഈ മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിരിക്കുന്നത് മറ്റാരുമല്ല, ചൈന തന്നെയാണ്. കാരണം ചൈനയുടെ CPEC എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. ചൈന പാകിസ്ഥാൻ എക്കോണമിക്കൽ കോറിഡോർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടനാഴി എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു CPEC പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനകത്ത് ചൈന $60 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഈ $60 ബില്യൺ അമേരിക്കൻ ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഭൂരിഭാഗം ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നത് ഈ ഒരു ഗോഡാറും ബലൂചിസ്ഥാനും ഉൾപ്പെടുന്ന മേഖലയാണെന്ന് പറയാൻ സാധിക്കും. അതായത് ഈ CPEC എന്ന് പറയുന്ന പ്രൊജക്റ്റ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് BRI എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാപദ്ധതിയുടെ ഭാഗമായിരിക്കുന്ന ഒരു ചെറിയൊരു പോർഷനാണ്. പക്ഷേ ഈ ചെറിയ പോർഷനാണ് ഈ മഹാപദ്ധതിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന, അതിനെ മൊത്തമായിട്ട് നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫോഴ്സായിട്ട് മാറുന്നത്. സോ ഈ മുഴുവൻ BRI എന്ന് പറയുന്ന പ്രൊജക്റ്റ് ചൈനയിൽ നിന്ന് അവരുടെ സിൽക്ക് റൂട്ട്, പണ്ടത്തെ ആ ഒരു പട്ടുതുണി പാത എന്ന് പറയുന്ന ആ ഒരു റൂട്ട് വഴി കച്ചവട മാർഗം എസ്റ്റാബ്ലിഷ് ചെയ്ത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളോട്ട് വ്യാപിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്രീമാണ്. ഈ ഒരു BRI നടപ്പാക്കണമെങ്കിൽ അതിൽ ഈ ഒരു CPEC എന്ന് പറയുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക്കൽ കോറിഡോർ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈവൻ ഈ ഒരു CPEC എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ക്രൗൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഗോഡാറാണെന്ന് കാണാൻ സാധിക്കും. അത് ഗോഡാർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പാകിസ്ഥാനും ചൈനയും നിർമ്മിച്ചിരിക്കുന്ന തുറമുഖം, ആ തുറമുഖമാണ് ഒരു മേജർ സിഗ്നിഫിക്കൻറ്റ് പ്രദേശമായിട്ട് കണക്കാക്കാൻ സാധിക്കുക. സോ എന്താണ് ഈ തുറമുഖത്തിൻ്റെ സവിശേഷത? ഈ കാര്യത്തെപ്പറ്റി അറിയേണ്ടത്. ഈ തുറമുഖം ഇന്ത്യക്കെതിരായിട്ടുള്ള ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണെന്ന് കാണാൻ സാധിക്കും. അതായത് ചൈന സെൻട്രൽ ഏഷ്യയിലോട്ടും യൂറോപ്പിലോട്ടും ഗൾഫ് രാജ്യങ്ങളിലോട്ടും ലാറ്റിൻ അമേരിക്കയിലോട്ടും വ്യാപിക്കാനായിട്ട് ഈ ഒരു ഗോഡാർ തുറമുഖം അവർക്ക് വലിയൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിട്ട് മാറിയേക്കും. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വഴി ചരക്ക് നീക്കം നടപ്പാക്കി അത് ഗോഡാറിലെത്തിച്ച് ഗോഡാറിൽ നിന്ന് കടൽ മാർഗം ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടും ഈസി എത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ചൈനയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജാണ്. ആ ഒരു കാര്യം മുന്നിൽ കണ്ടാണ് ഇത്രയും തുക ചൈന ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചൈന നടപ്പാക്കിയെങ്കിലും ചൈനയ്ക്ക് കാര്യമായുള്ള റിസൾട്ട് ഇതുവരെ കണ്ടെത്താനായിട്ട് അവിടെ സാധിച്ചിട്ടില്ല. പകരം വലിയ തോതിലുള്ള പ്രശ്നമാണ് ചൈന ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ തന്നെയാണ് പാകിസ്ഥാനും ഇന്ന് കാര്യമായ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നത്. നമുക്കിനി എന്താണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി തന്നെ ഒന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു, ഈ ചൈന പാകിസ്ഥാൻ എക്കോണമിക്കൽ കോറിഡോറിൽ ഒരു മേജർ പോർഷൻ കടന്നു പോകുന്ന ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയാണ്. ആ ബലൂചിസ്ഥാനിൽ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വലിയ തോതിലുള്ള റിബൽ ഗ്രൂപ്പുകളായിട്ട് ഈ റിബൽ ഗ്രൂപ്പ് അവർ സെപ്പറേറ്റ് ആയിട്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം സ്ഥാപിതമാക്കണം, ഒരു രാജ്യമാക്കി മാറ്റണമെന്ന് പറയുന്ന പ്രതിഷേധം വർഷങ്ങളായിട്ട് 1947 മുതൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ് അവരുടെ ആർമി ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഈ പ്രതിഷേധങ്ങൾ, അത് ഒരു പീസ്ഫുൾ ആയിരിക്കുന്ന പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ പോലും അതിനെ അടിച്ചമർത്താനായിട്ട് പോലും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അടിച്ചമർത്തൽ ശക്തമായി മാറിയപ്പോൾ അവിടെ ആയുധമേന്തിയിട്ടുള്ള പല മിലിറ്റന്റ് ഗ്രൂപ്പ്സും സ്ഥാപിതമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബലൂച്ച് റിബൽ ഗ്രൂപ്പ്സ് ഒക്കെ പറയുന്ന നിരവധി ഗ്രൂപ്പുകളുടെ സ്ഥാപിതമായത്. ഈ ഗ്രൂപ്പുകൾ പലപ്പോഴും പാകിസ്ഥാൻ്റെ മേജർ അസറ്റുകളെ ടാർഗറ്റ് ചെയ്യും. പാകിസ്ഥാനും ചൈനയും കൂടെ നിർമ്മിക്കുന്ന പല പ്രൊജക്റ്റുകൾ നശിപ്പിക്കാനായിട്ട്, അതിനെ ആക്രമിക്കാനായിട്ട് അവർ ആയുധമേന്തിക്കൊണ്ട് ശ്രമിച്ചത് കാണാൻ സാധിക്കും. സോ ഈ ഒരു ബലൂചിസ്ഥാനിലെ റിബൽ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യയുടെ റോ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന വാദം പാകിസ്ഥാൻ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ ബലൂചിസ്ഥാൻ്റെ റിബൽ ഗ്രൂപ്പ് അവർ ശക്തമായൊരു ഫോഴ്സായിട്ട് മാറുകയും പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളിൽ വ്യാപകമായ തോതിലുള്ള പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയത്തായിരുന്നു ഈ ബലൂച്ച് റിബൽ ഗ്രൂപ്പുകളുടെ അകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ പല ഗ്രൂപ്പുകളും ആ പ്രശ്നം മൂലം തന്നെ ഇല്ലാതാവുകയും ചെയ്തത്. സോ അവരുടെ ഒരു സ്ട്രെങ്ത് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ട് കാണാൻ സാധിക്കും. ആ സമയത്തായിരുന്നു ഈ എക്സ്ട്രീം ആയിരിക്കുന്ന ടെററിസം എന്ന് പറയുന്ന ആശയം തലയിൽ കൊണ്ടുവന്ന് ചില ഗ്രൂപ്പുകളുടെ ഉദയം കൊണ്ടത്. ഈ ഗ്രൂപ്പുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് TTP എന്ന് പറയുന്ന തെഹരീക്ക് താലിബാൻ എന്ന് പറയുന്നത്. ഈ TTP പറ്റി നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോ സംസാരിച്ചൊരു കാര്യമാണ്. ഈ തെഹരീക്ക് താലിബാൻ എന്ന് പറയുന്നത് താലിബാൻ്റെ തന്നെ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സ്ഥാപിതമായിരിക്കുന്ന താലിബാന് തന്നെ മറ്റൊരു ഗ്രൂപ്പായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇവർ അഫ്ഗാനിസ്ഥാൻ്റെ അകത്തും പാകിസ്ഥാൻ്റെ അകത്തും അതുപോലെ ഇറാൻ്റെ അകത്തൊക്കെ വ്യാപിച്ചെടുക്കുന്ന ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ എലിമിനേറ്റ് ചെയ്ത് അവിടെ അവരുടെ ഒരു ആവശ്യം നടപ്പാക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു സാമ്രാജ്യം സ്ഥാപിതമാക്കുക എന്ന് പറയുന്ന കാര്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇവർ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെയും അവരുടെ ആർമിക്കെതിരെയും പലപ്പോഴായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഈ അറ്റാക്സിൽ 1000-ലധികം വരുന്ന സാധാരണക്കാർ 2023 മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ വർഷം മാത്രം 700-ലധികം ടെററിസ്റ്റ് അറ്റാക്കുകളാണ് ഇവർ കണ്ടക്ട് ചെയ്തത്. സോ ഒരു വലിയൊരു മാസീവ് പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം പാകിസ്ഥാനിലെ ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിനും ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടുത്തെ ഗവൺമെൻറ്റിനും ഒരു വലിയ തലവേദനയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും പുറമെ അവിടെ ബില്യൺസ് ഓഫ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ചൈനയ്ക്കും ഇത് കാര്യമായ പ്രശ്നമായി മാറി. കാരണം ചൈന ഇത്രയും തുക ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നടപ്പാക്കുന്ന പല പ്രൊജക്റ്റുകൾ, റോഡ് നിർമ്മിക്കുകയും പാലം നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന ആ പ്രൊജക്റ്റുകൾക്കെല്ലാം ഭാഗമായിട്ട് ചൈനയുടെ അകത്ത് തന്നെ അവരുടെ പൗരന്മാരെ കൊണ്ടുവന്ന് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രൊജക്റ്റുകൾക്ക് അവർ എല്ലാ തരത്തിലുള്ള വർക്ക് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. സോ വർക്ക് ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ടും ചൈനയിൽ നിന്നാണ് ചൈന കൊണ്ടുവന്ന് പാകിസ്ഥാനകത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർക്കേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും ചൈനീസ് പൗരന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും പലപ്പോഴും ആക്രമണം ശക്തമായി നടപ്പാൻ തുടങ്ങി. ഈ ആക്രമണം പാകിസ്ഥാനെയും ചൈനയും കാര്യമായ പ്രശ്നത്തിലാഴ്ത്തില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഒരു ബസ്സിൽ 10-ലധികം വരുന്ന ചൈനീസ് പൗരന്മാർ സഞ്ചരിക്കുമ്പോൾ ആ ബസ്സിനെ തന്നെ സൂസൈഡ് ബോംബർ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്ന വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പലപ്പോഴായിട്ട് പല അറ്റാക്കുകളും
ചൈനീസ് അസറ്റുകൾക്ക് തന്നെ നടപ്പായത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇതിങ്ങനെ ചൈനീസ് അസറ്റുകളിൽ മാത്രമല്ലാതെ ഇവിടെയുള്ള പാകിസ്ഥാൻ്റെ എയർബേസ്, അവരുടെ സ്വന്തം ആർമിയുടെ എയർബേസിനെ പോലും ഈ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്തു പറയുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇങ്ങനെ ഈ TTP എന്ന് പറയുന്ന ഗ്രൂപ്പിനെ എലിമിനേറ്റ് ചെയ്യാനും അവരെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനായിട്ടും പാകിസ്ഥാൻ ഒരു കോംബിംഗ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തു. ഈ കോംബിംഗ് ഓപ്പറേഷൻ അവർ വിശേഷിപ്പിച്ചത് അസബ് ഇ ഇസ്തിഖാം എന്ന പേരിലായിരുന്നു. ഈ ഒരു ഭാഗമായിട്ട്, ഈ മൊത്തം കോംബിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവരൊരു സെപ്പറേറ്റ് മിലിറ്ററി ഗ്രൂപ്പും ഇതിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ഈ TTP എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഗ്വാഡാറിലും ബലൂചിസ്ഥാൻ്റെ പല മേഖലയിലും വ്യാപകമായ സെർച്ച് ആൻഡ് റെയ്ഡ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തിരുന്നു. ഈ സെർച്ച് ആൻഡ് റെയ്ഡ് ഓപ്പറേഷനിൽ അവർ ചെയ്തൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സാധാരണക്കാരെ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെയും പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ടെററിസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ബിംബം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതുവഴി നോർമലി സമാധാനപരമായിട്ട് പാകിസ്ഥാൻ്റെ ഗവൺമെൻറ് നടപ്പാക്കുന്ന ഇല്ലീഗലായിരിക്കുന്ന നീക്കങ്ങളെ പറ്റിയും തങ്ങളുടെ സ്വന്തം നാച്ചുറൽ റിസോഴ്സ് ഇല്ലാതാക്കുന്ന ഈ ഗവൺമെൻറ് തീരുമാനങ്ങളെ പറ്റിയെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ അടിച്ചമർത്താൻ തുടങ്ങി. ഒന്നുകൂടെ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ KRL എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായ പ്രതിഷേധം ജനങ്ങൾ ഉന്നയിച്ചു. ഈ പ്രതിഷേധങ്ങൾ പലതും സമാധാനപരമായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു കാര്യമാണെങ്കിലും സമാധാനപരമായിട്ട് നടപ്പായ ഒരു പ്രതിഷേധമായിരുന്നു. അത്തരത്തിലുള്ള പല പ്രതിഷേധങ്ങളും ഇതേപോലെ സിമിലറായിട്ട് പാകിസ്ഥാനിൽ നടപ്പായി. ആ സമയത്ത് ഇപ്പോൾ KRLനെതിരെ പ്രതിഷേധം നടത്തുന്ന ആൾക്കാർ അവിടെ ടെററിസ്റ്റുകളുണ്ടെന്ന് പറയുന്ന രീതിയിൽ ഗവൺമെൻറ് തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ എങ്ങനെയുണ്ടാവും, അതേപോലെ സിറ്റുവേഷനാണ് പാകിസ്ഥാനിലും വന്നിരിക്കുന്നത്. അവിടെ നടപ്പാകുന്ന പ്രൊജക്റ്റുകൾക്ക് കാര്യമായ പ്രശ്നമുണ്ട്, അത് ഞങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നു പറയുന്ന ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയ പല ആൾക്കാരെയും പാകിസ്ഥാൻ്റെ പോലീസും അവിടുത്തെ ആർമിയും അടിച്ചമർത്തുകയും അവരെ ഇല്ലീഗലായിട്ട് കസ്റ്റഡി എടുക്കുകയും ടോർച്ചർ ചെയ്യുകയും പലരെയും കസ്റ്റഡിയിലെടുത്തിട്ട് തിരികെ അയക്കാത്ത രീതിയിൽ പോലും പാകിസ്ഥാൻ്റെ പോലീസും അവിടുത്തെ മിലിറ്ററിയും നടപടിയെടുത്തായിട്ട് കാണാൻ സാധിക്കും. ഈ നടപടികൾ ജനങ്ങളെ കാര്യമായിട്ട് അലർട്ട് ചെയ്തു. ആ നടപടികളെല്ലാം ഒരു പരിധി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ശക്തമായ ഒരു വികാരത്തോടു കൂടി എതിർക്കാൻ തുടങ്ങിയത്. ആ ഒരു എതിർപ്പാണ് ഇന്ന് പാകിസ്ഥാനും ചൈനയ്ക്കും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. അതായത് 2024 ഓഗസ്റ്റ് മാസം ഈ ഒരു CPECയുടെ ഭാഗമായിരിക്കുന്ന ഗ്വാഡാറിലെ ഏറ്റവും വലിയ, പാകിസ്ഥാനിൽ തന്നെ ഏറ്റവും വലിയൊരു എയർപോർട്ടിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു പാകിസ്ഥാൻ അനൗൺസ് ചെയ്തത്. ഈ എയർപോർട്ടിൻ്റെ ഇനോഗ്രേഷൻ അവർക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഇനോഗ്രേഷൻ ഇപ്പോൾ മാറ്റിവെക്കുന്ന അവസ്ഥയിലോട്ട് പോലും പാകിസ്ഥാൻ എത്തിയിട്ടുണ്ട്. കാരണം തെരുവിലിറങ്ങി സ്ത്രീകളും കുട്ടികളും പോലും പ്രതിഷേധം ചെയ്തു തുടങ്ങിയത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. ഈ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇത്രമാത്രം വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണെങ്കിൽ ഈ പ്രൊജക്റ്റ് തന്നെ പാകിസ്ഥാനും ചൈനയും ഉപേക്ഷിക്കില്ല. തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കാനുള്ള ഒരു തരത്തിലുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഈ ഗ്വാഡാർ എന്ന് പറയുന്ന ഒരു നിർണായകമായ പ്രൊജക്റ്റാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരക്ക് നീക്കത്തിന് പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് ഈ ഗ്വാഡാർ തുറമുഖവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളെല്ലാം കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ ശക്തമായ രീതിയിൽ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി തന്നെ ഈ ത്രെട്ടുകളെല്ലാം മറികടന്നുകൊണ്ട്, ടെററിസ്റ്റുകളും ജനങ്ങളുടെ എല്ലാം പ്രതിഷേധമെല്ലാം മറികടന്നുകൊണ്ട് നടപ്പാക്കാനാണ് പാകിസ്ഥാനും ചൈനയും ശ്രമിക്കുന്നത്. ഈ ബലൂചിസ്ഥാൻ നടപ്പാക്കുന്ന പല പ്രൊജക്റ്റുകളും സെൻട്രൽ ഏഷ്യയിലോട്ടും യൂറോപ്പിലോട്ടും പോലും വ്യാപിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇപ്പോൾ ചൈന അവിടെ ബില്യൺസ് ഓഫ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അവർക്ക് ട്രില്യൺസ് ഓഫ് ഡോളറായിട്ട് തിരികെ ലഭിച്ചേക്കാം. കാരണം അത്രമാത്രം നാച്ചുറൽ റിസോഴ്സ് ഈ ഭാഗത്തുണ്ട്. പലപ്പോഴും കൺസ്ട്രക്ഷൻ എന്ന പേരിൽ ഈ നാച്ചുറൽ റിസോഴ്സ് ചൈന യൂട്ടിലൈസ് ചെയ്യുന്നു. അവരവിടെ നിന്ന് അത് കുഴിച്ചെടുത്ത് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി അത് അവരുടേതായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു പറയുന്ന ആരോപണങ്ങൾ പോലും ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശക്തമായൊരു പ്രശ്നം ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കാണാൻ സാധിക്കും. ഈ സമയത്താണ് ഈ മുഴുവൻ പ്രൊട്ടസ്റ്റുകൾ, ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തുന്ന പ്രതിഷേധവും അവിടെ നടപ്പാകുന്ന ടെററിസ്റ്റ് അറ്റാക്കുകളുമെല്ലാം ഗ്വാഡാർ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന എയർപോർട്ടിന് പോലും ഒരു തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത രീതിയിൽ മാറ്റുന്നത്. അതായത് ഒരു മേഖലയിൽ വലിയ തോതിലുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ടൂറിസ്റ്റുകളോ അല്ലെങ്കിൽ ട്രാവലേഴ്സോ വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ എയർപോർട്ട് പോലും ഒരു ഗോസ്റ്റ് എയർപോർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കും. അതായത് $250 മില്യൺ അമേരിക്കൻ ഡോളറാണ് ഈ എയർപോർട്ടിനായിട്ട് ചൈനയും പാകിസ്ഥാനും കൂടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ $250 മില്യൺ അമേരിക്കൻ ഡോളർ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ഈ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന എയർപോർട്ട്. ആ എയർപോർട്ടിൻ്റെ ഇനോഗ്രേഷൻ നടത്താൻ സാധിച്ചില്ല. ഇൻ കേസ് ഇനി ഇനോഗ്രേറ്റ് ചെയ്താലും അവിടെ അതിനനുസരിച്ചുള്ള ടൂറിസ്റ്റുകളോ ട്രാവലേഴ്സോ വരുമോ എന്ന് പറയുന്ന ചോദ്യം ഉയർത്തപ്പെടുന്നുണ്ട്. ഈവൻ ചൈന തന്നെ ഓൾറെഡി പാകിസ്ഥാനോട് ഞങ്ങളുടെ വർക്കേഴ്സിനും ഞങ്ങളുടെ പൗരന്മാർക്കും പ്രൊട്ടക്ഷൻ നൽകിയാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഈ പ്രൊജക്റ്റുകൾ റൺ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. ഇങ്ങനെ പാകിസ്ഥാന് തൊടുന്നിടത്തെല്ലാം പൊള്ളൽ നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ ഇന്ത്യക്ക് വരുന്ന അഡ്വാൻറ്റേജുകളെ പറ്റി മാറേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഈ ഗ്വാഡാർ എന്ന് പറയുന്ന തുറമുഖത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് മാറുന്ന ഒരു കാര്യമായിരുന്നു ഇന്ത്യയും ഇറാനും കൂടി നിർമ്മിക്കുന്ന ചാബാർ തുറമുഖം. ഗ്വാഡാറിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ഈ ചാബാർ തുറമുഖം. ഈ ചാബാർ തുറമുഖം ഇന്ത്യ നിർമ്മിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിലൂടെ സെൻട്രൽ ഏഷ്യയിലോട്ട്, അതായത് ഏഷ്യയുടെ മധ്യഭാഗത്തുള്ള രാജ്യങ്ങളിലോട്ട് ചരക്ക് നീക്കും അങ്ങോട്ടേക്ക് കച്ചവട സാധ്യത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. ഇത് പിന്നീട് സെൻട്രൽ ഏഷ്യയിൽ നിന്ന്
റഷ്യ വഴി യൂറോപ്പിലോട്ടും വ്യാപിക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ചത്. ആ ഒരു പ്രൊജക്റ്റാണ് INSTC എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ഇടനാഴി, ഈ ഒരു ചരക്ക് നീക്കം അത് ഇന്ത്യക്കൊരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് നൽകുന്ന ഒരു മേജർ എക്കോണമിക്കൽ ഗെയിൻ നൽകുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. പക്ഷേ ആ പ്രൊജക്റ്റ് ഇന്ത്യ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവിടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചൈന ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചൈന തന്നെ നടപ്പാക്കുന്ന ഒരു പ്രൊജക്റ്റിൽ അവർക്ക് കാര്യമായ പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബലൂചിസ്ഥാനിലെ പ്രതിഷേധവും ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരാവശ്യവുമെല്ലാം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇന്ത്യ നടപ്പാക്കുന്ന ഒരു പ്രഷറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ ഇന്ത്യയുടെ പേരും ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഒരു പോസിറ്റീവായിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ പ്രതിഷേധത്തിൻ്റെ റിസൾട്ട് എന്തായി മാറുമെന്നും അവിടെ നടക്കുന്ന ചൈനയുടെ പല നീക്കങ്ങൾക്കും എന്തായിരിക്കും ഫർദറായിട്ട് വരുന്ന ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതിഷേധം എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ഇത്രയും കാര്യമാണ് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് എന്താണ് ഈ പ്രൊജക്റ്റിനെ പറ്റിയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. So that's all. Thank you for this video. Jai Hind.